അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1199. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അലാ ഉനബ്ബിഉക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, മൽ അദ്ഹു, എന്താണ് അദ്ഹു? അദ്ഹു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഹിയ അന്നമീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നമീമത്താണ്. അൽ ഖാലത്തു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുക. ഇവിടെയുള്ളത് അവിടെ കൊണ്ടുപോയി പറയാം, അവിടെ നിന്ന് ഇവിടെ കൊണ്ടു പറയാം. അത് ഉള്ളതാണെങ്കിൽ പോലും പരസ്പരം തെറ്റിക്കാൻ വേണ്ടി, അവർക്ക് തമ്മിൽ എതിർപ്പുകളും മനസ്സിൽ വെറുപ്പുമുണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുക. ഈ പ്രവണത വൻ കുറ്റമാണ്, ഗൗരവമുള്ള തെറ്റാണ്. അത്തരം ആളുകൾ അപകടത്തിലാണ്, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസാരം കാരണം മറ്റൊരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാകുമെങ്കിൽ ആ സംസാരം അപകടമാണ്. ഒരുപക്ഷെ അത് ഉള്ളതായിരിക്കാം. ഉള്ളതാണെങ്കിൽ പോലും ഞാൻ കാരണം ഒരാളെക്കുറിച്ച് മറ്റൊരാളെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയാൽ അത് നരകത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാണ്. ഖബായിറിൽപ്പെട്ടതാണ്, വൻദോഷങ്ങളിൽപ്പെട്ടതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. നാം ഒരിക്കലും നമീമത്തുകാരാവരുത്. നമീമത്ത് പറയുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൗരവമുള്ള തെറ്റാണ്. പരസ്പരം തെറ്റിക്കാൻ വേണ്ടി, പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന സംസാരങ്ങൾ, ഇത് എല്ലാവരും ഒഴിവാക്കണം. അല്ലാഹു തആല സൽസ്വഭാവികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.